രാഹുലിനെ അറിയാവുന്ന, രാഹുൽ മാങ്കൂട്ടത്തിനെ ഇഷ്ടപ്പെടുന്ന, രാഹുൽ മാങ്കൂട്ടത്തിനെ അറിയാവുന്ന ആൾക്കാർക്കെല്ലാം അതിശയമാണ് തോന്നുന്നത്. കാരണം ഇനി രാഹുൽ മാങ്കൂട്ടവും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം നിഷേധിക്കുന്നില്ല, ഇവരെ അറിയാം എന്ന് രാഹുൽ മാങ്കൂട്ടവും പറയുന്നുണ്ട്. അപ്പം ഇത് പരസ്പര ഉഭയകക്ഷി പ്രകാരം നടന്ന ഒരു പരിപാടിയാണ്. അപ്പം അതിനകത്ത് എങ്ങനെ ബലാത്സംഗം, പീഡനം ആവുമെന്നാണ് ഇപ്പം ജനങ്ങളുടെ ചോദ്യം, അല്ലേ? ഒരിക്കലും ആവത്തില്ല. ഇനി ബാക്കി കൂടെ വായിക്കാം. കാരണം ഈ അതിജീവിത എന്നോട് 2025 നവംബർ വരെ സംസാരിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഇവിടെയൊന്നും ഈ അതിജീവിതയുടെ ഐഡന്റിറ്റി ഒരിടത്തും വെളിപ്പെടുത്തുന്നില്ല. അതും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. നാളെ ഈ പറഞ്ഞിട്ടുള്ള ഫെനിയെ അറ്റാക്ക് ചെയ്യുന്നത് ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ടായിരിക്കും. ഇനിയിപ്പോൾ ഫെനിക്കെതിരെ ആയിരിക്കും അടുത്ത പരാതി പോകുന്നത്. കാരണം ശ്രീനാദേവി ഇതിനെതിരെ സംസാരിച്ചപ്പോഴത്തേക്ക് പൂർണ്ണ പിന്തുണ രാഹുൽ മാങ്കൂട്ടത്തിന് കൊടുത്ത സമയത്ത് ഈ ശ്രീനാദേവിക്കെതിരെയും പരാതി കൊടുത്തല്ലോ, അതിജീവിതയെ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ട്. അതിന് ശ്രീനാദേവി നല്ല രീതിയിൽ തന്നെ ഉള്ള തിരിച്ചടിയും കൊടുത്തിട്ടുണ്ട്.